ഈ സമ്മേളനത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സർ, മാനനീയ നന്ദേട്ടൻ, ശശികല ടീച്ചർ, പ്രഫുൽജി, ഗംഗാധരൻ സാർ, സദസ്സിൽ സ്നേഹിതരായിരിക്കുന്ന ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചില ആശയങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയണം എന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എങ്കിലും ഇതിനെ ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നമ്മുടെ പ്രഫുൽജി ചില പുതിയ ഡൈമെൻഷൻസൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിനകം തന്നെ എൻ്റെ അഭിപ്രായം പറയാം. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ജനകീയ പ്രസ്ഥാനമാണ് 1924-25 കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനം ലക്ഷ്യമാക്കി തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിലെ അതിപുരാതനമായ വൈക്കം ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് നടന്ന 20 മാസം നീണ്ടുനിന്ന ഈ സമരം പക്ഷേ മുഴുവൻ ഭാരതത്തിൻ്റെയും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുകയും വിപുലമായ അനുഭാവം നേടുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു പ്രത്യേക വിഷയത്തിൽ 20 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം നയിക്കുക എന്നത് എനിക്ക് തോന്നുന്നു സമാനമായി ഏതെങ്കിലും ഒരു സമരം ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന്. അപ്പം അതിരിക്കട്ടെ, അതിൻ്റെ വിശദമായി ഞാൻ പോകുന്നില്ല. സമാനമായൊരു പ്രക്ഷോഭം ഭാരതത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പ്രക്ഷോഭം നടന്ന കാലഘട്ടം വളരെ പ്രധാനമാണ്. ഖിലാഫത്ത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മലബാറിൽ നടന്ന മാപ്പിള ലഹള ഈ പ്രക്ഷോഭത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ സ്വാമി ശ്രദ്ധാനന്ദൻ്റെ ചില സൂചനകൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൻ്റെ ഉത്ഭവം അതുമായിട്ട് ബന്ധമില്ല, പക്ഷേ ഇതിന് ഊർജം പകർന്നതിൽ അതിനെന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1924 സാമൂഹ്യ പരിവർത്തനം സാധ്യമാക്കുന്നതിൽ കേരളം ഭാരതത്തിന് മുഴുവൻ മാതൃകയായി കഴിഞ്ഞിരുന്നു. ചട്ടമ്പിസ്വാമികൾ, നാരായണ ഗുരുദേവൻ തുടങ്ങിയുള്ള ഋഷീശ്വരന്മാരുടെ മാർഗദർശനവും ധൈഷണികമായ ഇടപെടലുകളും ഈ മുന്നേറ്റം സാധ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ഏതാണ്ട് 34 വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം, നായർ സർവീസ് സൊസൈറ്റി, സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ തുടങ്ങി നിരവധി സാമുദായിക സംഘടനകളും അവയെ നയിച്ച കർമ്മകുശലരായ നിരവധി നേതാക്കളും ഈ മാറ്റങ്ങളെ മുന്നോട്ട് നയിച്ചവരാണ്. നാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, എന്തിന് കേരളത്തിന് പുറത്തു പോലും അവർണ സമുദായങ്ങൾക്ക് പ്രവേശനമുള്ള നിരവധി മഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അവർണ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാലയ പ്രവേശം, പൊതുസ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനം ലഭ്യമാകൽ, ഇതെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു.
ഈ 1924 ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച മഹാകവി കുമാരനാശാൻ 1924 ജനുവരി 16 ഒരു ബോട്ടപകടത്തിൽ അന്തരിക്കുകയുണ്ടായി. കേരളത്തിൽ നിലനിന്നു പോന്നിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തജ്ജന്യമായ വിവേചനങ്ങളും ഹിന്ദു സമൂഹത്തെ എപ്രകാരം അപകടത്തിലേക്ക് നയിക്കുമെന്ന വിഷയം മാപ്പിളലഹളയുടെ പശ്ചാത്തലത്തിൽ ഹൃദയവ്യതയോടെ അവതരിപ്പിച്ച കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതി ഉണർത്തിവിട്ട വിവാദങ്ങൾ അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ വായിക്കുന്നത് സമയം കൂടുതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. നീണ്ടകാലമായി അവർണ വിഭാഗങ്ങൾ അനുഭവിച്ചു പോന്ന വിവേചനങ്ങളുടെയും നീതിനിഷേധങ്ങളുടെയും മർമ്മം അയിത്തമെന്ന അനാചാരവും അതിനെ പിന്തുണയ്ക്കുന്ന മനഃശാസ്ത്രവുമാണ്. ഈ മനഃശാസ്ത്രത്തിന് ആധികാരിക നൽകിക്കൊണ്ടിരിക്കുന്നത് സവർണാധിപത്യമുള്ള ക്ഷേത്രങ്ങളാണ്. അവിടേക്ക് പ്രവേശനം ലഭിക്കാതെ മറ്റൊന്നുകൊണ്ടും അയിത്തത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു മഹാമനുഷ്യായിരുന്നു ടി.കെ. മാധവൻ. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ നിഷേധിക്കുക മാത്രമല്ല, അവരുടെ അന്തസ്സിനെയും കെടുത്തിക്കളയുന്ന ദുരാചാരമാണ് അയിത്തം. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രാദേശികമോ സാമുദായികവുമായ പരിശ്രമം കൊണ്ട് മാത്രം അത് പരിഹരിക്കപ്പെടില്ല. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനുഭാവിയുമായിരുന്ന ടി.കെ. മാധവൻ മഹാത്മജിയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ നേടാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വിഷയം സംബന്ധിച്ച് ടി.കെ. മാധവൻ 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ സന്ദർശിക്കുകയും കേരളത്തിലെ അവർണ ജനവിഭാഗങ്ങൾ നേരിടുന്ന അവകാശ നിഷേധങ്ങളെക്കുറിച്ചും അപമതികളെക്കുറിച്ചും ചർച്ച നടത്തി. തുടർന്ന് അദ്ദേഹം 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രമുഖരോടൊപ്പം പങ്കെടുത്തു. അവിടെ ഈ വിഷയം അവതരിപ്പിക്കുകയും കേരളത്തിൽ അയിത്തോച്ചാടന പ്രക്ഷോഭണം നടത്താനുള്ള ഔദ്യോഗിക അനുമതി നേടുകയും ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അത് നമ്മൾ എല്ലാവരും ഓർക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോ ഒരു സംഘടനയോ ഒന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗീകാരത്തോടുകൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അയിത്തോച്ചാടന കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത്. എന്നാൽ അതിൻ്റെ കാരണഭൂതൻ ടി.കെ. മാധവനായിരുന്നു. മഹാത്മജി നേരിട്ട് ആദ്യന്തം മാർഗനിർദ്ദേശം നൽകിയ ഈ പ്രക്ഷോഭത്തിന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആസ്ഥാനം പ്രവർത്തിച്ചിരുന്നത് ഗുരുദേവൻ്റെ അധീനതയിലുള്ള സ്ഥലത്തായിരുന്നു. കേരളത്തിലെ 2 പ്രബലമായ ഹിന്ദു സമുദായ സംഘടനകളായ നായർ, ഈഴവ സമുദായങ്ങൾ ഈ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. കൂടാതെ ചെറുതും വലുതുമായ മറ്റ് പല സംഘടനകളുടെ സഹായവും അനുഭാവവും ഈ പ്രക്ഷോഭത്തിന് ലഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് ആദ്യന്തം ഒരു ഹിന്ദു പരിവേഷം ഉണ്ടായിരുന്നു. ഇവിടെ അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അയിത്താചരണം ഹിന്ദുക്കളുടെ ആഭ്യന്തര വിഷയമാണെന്നും ആ ദുരാചാരം ഇല്ലാതാക്കാനുള്ള ബാധ്യത
ഹിന്ദുക്കൾക്ക് തന്നെയാണ് എന്നുമായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഇത് ആ പ്രസ്ഥാനത്തിൻ്റെ ഹൈന്ദവ സ്വഭാവത്തിന് സ്പഷ്ടത നൽകി. ആദ്യം മുതൽ തന്നെ ഹിന്ദു ഐക്യമെന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്ന സന്നദ്ധ ഭടന്മാർ ചെയ്യേണ്ടിയിരുന്ന പ്രതിജ്ഞ, അതൊക്കെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. പ്രതിജ്ഞ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരു ഹിന്ദുവാണ്. തീണ്ടലും ഐത്തവും അകറ്റുന്നതിനുള്ള ആവശ്യകതയിലും നീതിയിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീണ്ടൽ ജാതിക്കാർക്ക് പൊതുസ്ഥലങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊടുക്കാനായി ഞാൻ നിരന്തരം പരിശ്രമിക്കുന്നതാണ്. അതാണ് ആ പ്രതിജ്ഞയുടെ ആദ്യ ഖണ്ഡിക. അപ്പോൾ ഞാൻ ഹിന്ദുവാണ് എന്ന് ഓരോ സത്യാഗ്രഹിയും പ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നു. ഇത് നമുക്കറിയാം. ഈ പ്രതിജ്ഞ തയ്യാറാക്കിയത് ഒരു കൂലങ്കഷമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും. ഗാന്ധിജിയുടെ പോലും പെർമിഷനോട് കൂടിയായിരിക്കും. കാരണം ഗാന്ധിജി ഇതിലെ ഓരോ ചലനത്തെയും ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകളിൽ കൂടെ ബോധ്യപ്പെടുന്നുണ്ട്. സത്യാഗ്രഹത്തിന് വേണ്ടി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട 3 സന്നദ്ധ ഭടന്മാർ പുലേമ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാപ്പിയും, ഈഴവ സമുദായത്തിൽപ്പെട്ട ബാഹുലേയനും, നായർ സമുദായത്തിൽപ്പെട്ട ഗോവിന്ദപ്പണിക്കരുമായിരുന്നു. സവർണാവർണ ഭേദം കൂടാതെ ഹിന്ദു സമുദായങ്ങൾ ഒന്നു ചേർന്ന് നയിക്കേണ്ട പ്രസ്ഥാനം ആണ് ഇതെന്ന സന്ദേശം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രതീകാത്മകമായ കാര്യമായിരുന്നു ആ സത്യാഗ്രഹികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും നായർ സർവീസ് സൊസൈറ്റിയും വൈക്കം സത്യാഗ്രഹ പന്തലിൽ വെവ്വേറെയും സംയുക്തവുമായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. NSSൻ്റെ സമ്മേളനം, SNDPയുടെ സമ്മേളനം, പിന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയുടെ നേതൃത്വത്തിൽ സംയുക്ത സമ്മേളനം, നായർ ഈഴവ സംയുക്ത സമ്മേളനവും ആ സമ്മേളനത്തിൽ നടന്നു. അപ്പോൾ എത്രമാത്രം ഈ സമുദായങ്ങൾ തമ്മിൽ ഒന്നായി നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ വൈക്കം നടന്ന വാർഷിക യോഗത്തിൽ ജനറൽ സെക്രട്ടറി M. കുമാരൻ നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു: വൈക്കത്തപ്പൻ്റെ മതിലിന് ചുറ്റുമുള്ള ഒരു ചാൺ വഴിയെ സംബന്ധിച്ചുള്ള ഒരു യുദ്ധമല്ല നടക്കുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ വഴികളെ സംബന്ധിച്ചും മാത്രം അല്ല യുദ്ധം. കൊച്ചിയിലെയും മലബാറിലെയും വഴികളെക്കുറിച്ച് മാത്രമല്ല, കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കറാച്ചി മുതൽ കട്ടക്ക് വരെയുമുള്ള ഭാരത സാമ്രാജ്യത്തിലെങ്ങും ഹിന്ദുമതമെന്ന് തെറ്റായി പേരിട്ടിരിക്കുന്ന ഒരു പൈശാചിക മതം. ഇവിടെ അദ്ദേഹം നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, അത് അദ്ദേഹം ഐത്തത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പൈശാചിക മതത്തിൻ്റെ നാമധേയത്തിൽ നിലനിന്നു വരുന്ന ഒരു വികൃത ആചാരത്തെ ഉന്മൂലനം വരുത്തി ഹിന്ദു മതത്തെയും ഹിന്ദു സമുദായത്തെയും ശുദ്ധീകരിക്കാനും ഭാരതമേദിനിയെ ഉദ്ധരിക്കാനുമുള്ള ഒരു മഹാസമരത്തിൻ്റെ കേളികൊട്ടു മാത്രമാണ് വൈക്കത്ത് ആരംഭിക്കുന്നത് എന്നാണ് കുമാരൻ പറയുന്നത്, അന്നത്തെ SNDPയുടെ ജനറൽ സെക്രട്ടറി. 1924 മെയ് അവസാനം വൈക്കത്ത് നടന്ന നായർ ഈഴവ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ച് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ, V അച്യുതമേനോൻ, സമുദായത്തിൽ കുറുപ്പ് തുടങ്ങി 10 പേരടങ്ങിയ ഒരു നിവേദക സംഘം ദിവാൻജിയെ സന്ദർശിച്ചൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയുണ്ടായി. അതിൽ ഇപ്രകാരം പറയുന്നു: കഴിഞ്ഞ അല്പവർഷങ്ങളിൽ നായർ സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ഹിന്ദുസഭ എന്നീ സ്ഥാപനങ്ങൾ ചെയ്ത പ്രചാരവേലയുടെ ഫലമായി തീണ്ടലും തൊടിയിലും പരിത്യജിക്കുന്നതിന് വൈമനസ്യമുള്ള തുച്ഛം സംഖ്യക്കാരായ സവർണ ഹിന്ദുക്കൾ പോലും
ഈ ആചാരങ്ങളുടെ മഹാപരാധവും അന്യായവും മനസ്സിലാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ജാതിഭേദമെന്നെ സകല ഹിന്ദുക്കൾക്കും ഹിന്ദു ക്ഷേത്രത്തിൽ കയറി ആരാധിക്കുന്നതിനു മാത്രമല്ല പൂജകൾ കൂടി നടത്തുന്നതിന് അവകാശമുണ്ടായിരിക്കും എന്ന് 1998 അതായത് 1923 അമ്പലപ്പുഴ വെച്ച് കൂടിയ നായർ സമാജം ഏകകണ്ഠേന ഒരു നിശ്ചയം പാസ്സാക്കുകയുണ്ടായി. ഈ അനാചാരങ്ങളെ നിർത്തൽ ചെയ്യണമെന്ന് ഇവിടുത്തെ ഹിന്ദു സഭകളും മഹാസഭകളും നിശ്ചയങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു. അല്പദിവസങ്ങൾക്ക് മുമ്പ് വൈക്കത്ത് വച്ച് കൂടിയ നായർ സമാജത്തിൽ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളും അതുപോലെ സ്ഥിതി ചെയ്യുന്ന ഇതര റോഡുകളും അവർണ ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ച് ഒരു നിശ്ചയം പാസ്സാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ക്ഷേത്രപ്രവേശനത്തെപ്പറ്റി അമ്പലപ്പുഴ യോഗം പാസ്സാക്കിയ നിശ്ചയവും യോഗം അംഗീകരിച്ചിരിക്കുന്നു. ഈ സംയുക്ത സമ്മേളനം ആശ്ചര്യകരമാം വിധം വിജയപൂർണമായാണ് പര്യവസാനിച്ചത്. 12,000-ലധികം ജനങ്ങൾ ഇതിൽ സന്നിഹിതരായിരുന്നു. അതായത് നായർ ഈഴവ സമ്മേളനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളടക്കമാണ്, അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു സവിശേഷ പരിപാടിയായിരുന്നു സവർണജാഥ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 വൈക്കത്ത് നിന്ന് ആരംഭിച്ച സവർണജാഥയിൽ 120 പ്രമുഖരായ സവർണ നേതാക്കൾ അണിനിരന്നിരുന്നു. വഴിനീളെ ആയിരങ്ങൾ പങ്കെടുത്ത ആവേശകരമായ സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചത്. സഹോദര അവകാശ സംരക്ഷണം, സ്വധർമ്മ പരിപാലനം എന്നായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. നവംബർ 11 തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരു മഹായോഗത്തോടു കൂടിയാണ് ജാഥ സമാപിച്ചത്. ഡോക്ടർ MV നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ശുചീന്ദ്രത്ത് നിന്ന് മറ്റൊരു ജാഥയും ഇതിനോട് സംഗമിക്കുകയുണ്ടായി. നവംബർ 12 20,000 പേർ ഒപ്പിട്ട ഒരു നിവേദനമാണ് നേതാക്കൾ അന്ന് സർക്കാരിന് സമർപ്പിച്ചത്. ആദ്യന്തം ഗാന്ധിയൻ മൂല്യങ്ങൾ പിന്തുടർന്ന് മുന്നേറിയ ഒരു സഹന സമരം കേരളത്തിൻ്റെ സമൂഹ മനസ്സിനെ സമഗ്രമായി പരിവർത്തിപ്പിച്ചു എന്നതാണ് പിന്നീടുള്ള സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളമായി മാറിയതിൻ്റെ മനഃശാസ്ത്രം വൈക്കം സത്യാഗ്രഹമാണ് എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനവും ഒരു മൂവ്മെൻറ്റും ഭാരതത്തിൽ മറ്റൊരിടത്തും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പം അത് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത പ്രഗത്ഭമതികളുടെ, പ്രശസ്തരുടെ, സാധാരണക്കാരുടെ അതിന് പിന്നിലുള്ള ത്യാഗശക്തി ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 1900 അപ്പം ഞാൻ പറഞ്ഞ ഒരു വിഷയം, ആദ്യന്തം ഗാന്ധിയൻ മൂല്യങ്ങൾ പിന്തുടർന്ന് മുന്നേറിയ ഈ സഹന സമരം കേരള മനസ്സിനെ സമഗ്രമായി പരിവർത്തിപ്പിച്ചു എന്നതാണ് പിന്നീട് ഉള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. 1930 TK മാധവൻ അകാലത്തിൽ അന്തരിച്ചു. 1928 നാരായണ ഗുരുദേവൻ മഹാസമാധിയടഞ്ഞു. എങ്കിലും ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 1931-32 കാലത്ത് കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും TS തിരുമുമ്പിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറി.
തുടർന്ന് 1936 തിരുവിതാംകൂറിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം. ഇവയെല്ലാം സാധ്യമായതിൻ്റെ പിന്നിൽ 20 മാസം നീണ്ട വൈക്കം സത്യാഗ്രഹം സൃഷ്ടിച്ച സാമൂഹിക പ്രബുദ്ധതയാണ്. 20 മാസം നീണ്ട വൈക്കം സത്യാഗ്രഹം സൃഷ്ടിച്ച സാമൂഹിക പ്രബുദ്ധതയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന പൊന്നാനി താലൂക്കിൽ സവർണ സമുദായങ്ങൾക്കിടയിൽ നടത്തിയത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഹിതപരിശോധനയിൽ ഒരു റഫറൻഡം നടത്തിയുണ്ടായി. പൊന്നാനി താലൂക്കിൽ വൈക്കം സത്യാഗ്രഹം വളരെ ചെറിയ ഒരു കാലഘട്ടത്തിലാണ് നടന്നത്. ഗാന്ധിജിയുടെ കിളപ്പൻ നിരാഹാരം കിടന്നപ്പോൾ ഗാന്ധിജി ഇടപെട്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് AICC ഇതിൽ എന്താണ് ഗാന്ധിജി ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നൊരു വാഗ്ദാനം കൊടുത്തത് കൊണ്ടുകൂടിയാവാം AICC പൊന്നാനി താലൂക്കിൽ ഒരു റഫറൻഡം നടത്തിക്കൊണ്ട് ആ റഫറൻഡത്തിൽ 77% സവർണ ഹിന്ദുക്കൾ 77% സവർണ ഹിന്ദുക്കൾ സകലമാന ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ആശയത്തിന് പിന്തുണ നൽകി. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രബുദ്ധതയുടെ കരുത്തിൻ്റെ തെളിവാണ്. വൈക്കത്തെ സത്യാഗ്രഹികൾക്കും അവരെ പിന്തുണച്ചവർക്കും ഏറെ കഷ്ടനഷ്ടങ്ങളുണ്ടായി. പലർക്കും ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. 1924 ജൂലൈ മാസങ്ങളിലുണ്ടായ, ഇപ്പം നിങ്ങളിൽ കുറച്ച് പ്രായമുള്ളവർ കേട്ടിരിക്കും 99 വെള്ളപ്പൊക്കം. നമുക്ക് 2018 കാലത്ത് നമ്മൾ അനുഭവിച്ച വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, സമാനമായ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നൊരു വർഷമാണ് 1999 എന്ന് പറഞ്ഞാൽ 1924 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടായ അസാധാരണമായ പേമാരിയും വെള്ളപ്പൊക്കവും 99 വെള്ളപ്പൊക്കമെന്ന് പഴമക്കാർ പറയുന്ന സംഭവം സഹിച്ചാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രകോപനങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളെയും സ്വന്തം ത്യാഗശക്തി കൊണ്ട് മറികടന്ന ആ സമരയോദ്ധാക്കളെ, സത്യാഗ്രഹികളെ ഓർക്കാനും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും നമുക്ക് കർത്തവ്യമുണ്ട്. ഇന്നലകളിലെ സംഭവവികാസങ്ങൾ പലവിധ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാവും എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് രസകരമായ ഈ സവർണജാഥ നയിച്ചത് വേലിക്കുട്ടി അരയനാണ് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വേലിക്കുട്ടി അവൻ പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ്, പക്ഷെ സവർണജാഥ നയിച്ച അദ്ദേഹമല്ല. അപ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പം അത്തരം ചർച്ചകൾ അത്തരം ചർച്ചകൾ ആവശ്യവുമാണ്, ഉപരി ചർച്ചകൾ ആവശ്യമാണ്. എങ്കിലും വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾ നിരന്തരം നടക്കേണ്ടതുണ്ട്. ആധുനിക കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ചരിത്ര സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ പൂർവികർ 100 വർഷം മുമ്പ് ത്യാഗോജ്വലമായി ഈ സമരം നയിച്ചത്. ഭാരത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരം ഇന്ന് അയിത്താചരണം, ഏത് രീതിയിലുള്ള അയിത്താചരണവും ശിക്ഷാർഹമായൊരു കുറ്റകൃത്യമാണ്. അയിത്താചരണ നിരോധന നിയമവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഈ നേട്ടങ്ങളുടെ എല്ലാം തുടക്കം വൈക്കത്തു നിന്നായിരുന്നു എന്ന് വിസ്മരിച്ചുകൂടാ. പല സംഭവങ്ങളെയും കേൽഖർജി വൈക്കവുമായി കണക്ട് ചെയ്തിരുന്നുവല്ലോ.
കേരളത്തിലെ ഐതിഹാസികമായ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസാണ് ഞാൻ 2-3 സാധനങ്ങൾ പറയുന്നു, ഒരുപാടുണ്ട്, എങ്കിലും ചുരുക്കി പറയുകയാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സവിശേഷത? അതിനെ മറ്റ് ഒന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണ്? ഒന്ന്, കേരളത്തിലെ ഐതിഹാസികമായ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തെ ദേശീയ പ്രസ്ഥാനമായി ഒന്നിപ്പിച്ചു എന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മഹനീയത. 1928 ഗുരുദേവൻ സമാധിയായി. 1924 ചട്ടമ്പിസ്വാമി സമാധിയായി. അവരുണ്ടാക്കിയെടുത്തൊരു കേരളമുണ്ട്. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ചട്ടമ്പിസ്വാമിയുടെ സമാധിയുടെ 100-ാം വർഷത്തിലാണ് നമ്മൾ. ചട്ടമ്പിസ്വാമിയുടെ ഒരു ചെറു കൃതിയുണ്ട്, വേദാധികാര നിരൂപണം. ഇന്നും നമ്മളെ ഞെട്ടിക്കും അദ്ദേഹത്തിൻ്റെ ആ കൃതിയുടെ ഉള്ളടക്കം കണ്ടിട്ട്. അതൊക്കെ രചിച്ച് കേരളത്തെ മാറ്റിമറിക്കുകയാണ് അവർ ചെയ്തത് 1/4 നൂറ്റാണ്ടിനുള്ളിൽ. അങ്ങനെയുള്ള ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനവും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ജനകീയ സ്വഭാവം ആർജിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയ പ്രവാഹവും വൈക്കത്ത് സംഗമിച്ചു. കേരളീയൻ്റെ മനസ്സിലേക്ക് ദേശീയതാബോധത്തെ ഉണർത്തിയെടുത്ത ഒരു ചരിത്ര മുഹൂർത്തമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാന്ധിജിയുടെ കോൺഗ്രസിൻ്റെ നയമനുസരിച്ച് നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും തിരുവിതാംകൂറിൽ ഈ സത്യാഗ്രഹത്തിന് അനുമതി നൽകിയത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നതുകൊണ്ടാണ്. അത് ഗാന്ധിജി അംഗീകരിച്ചിട്ടുള്ള രചനാത്മക പ്രവർത്തനത്തിൻ്റെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൻ്റെ ഭാഗം എന്ന നിലയ്ക്കാണ് അതിന് പെർമിഷൻ കിട്ടിയത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം, ഈ വൈക്കം സത്യാഗ്രഹം എന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ച സംഭവമാണ്. അതിലെ മുഖ്യമായ ഘടകം കേരളത്തിലെ ഐതിഹാസികമായ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തെ ദേശീയ പ്രസ്ഥാനമായി ഒന്നിപ്പിച്ചു എന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു മഹനീയത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം നാട്ടുരാജ്യങ്ങളിൽ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഭാഗഭാക്കായത് കോൺഗ്രസ്സിന് ഏറെ ഗുണം ചെയ്തു അക്കാലത്ത്. എന്നു മാത്രമല്ല 1921 മാപ്പിള ലഹളയോടുകൂടി മലബാറിൽ അല്പം ശക്തമായിരുന്ന കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അത്രമാത്രം വിരോധമാണ് ജനങ്ങൾക്ക് കോൺഗ്രസ്സിനോടുണ്ടായത്. വൈക്കം സത്യാഗ്രഹത്തിന് ഈ കോൺഗ്രസ്സാണ് ഈ ലഹളയ്ക്ക് എല്ലാം വഴിവെച്ച് കൊടുത്തത് എന്നൊരു വിശ്വാസമായിരുന്നു. ആ അൺപോപ്പുലറായി കഴിഞ്ഞ കോൺഗ്രസ്സിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് കേളപ്പജിയുടെയും മാധവൻ നായരുടെയും KP കേശവമേനോന്റെയും നേതൃത്വത്തിൽ മാതൃഭൂമി തുടങ്ങിയത്, ഒരു പുതിയ അഭിപ്രായം സൃഷ്ടിച്ചെടുക്കാൻ. അവർക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു വൈക്കം. എല്ലാവരും വൈക്കത്തേക്ക് വച്ച് പിടിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ വലിയൊരു ബൂസ്റ്റായി മാറി ഈ സംഭവം എന്നതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം കേരളീയർക്ക് പ്രശ്നങ്ങളെ ദേശീയ പരിപ്രേക്ഷ്യത്തിൽ പരിഗണിക്കാൻ പ്രേരണയും പരിശീലനവും നൽകി. അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു കാര്യം. കാരണം മാധവൻ ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യത്തിനല്ല, ഈ പൗരാവകാശം 17 ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1917 മുതൽ പൗരാവകാശ സമരങ്ങൾ നയിച്ച TK മാധവൻ
വൈക്കം സത്യാഗ്രഹ അമ്പലത്തിൽ കയറി തൊഴാനല്ല. കാരണം മാധവനെ പോലുള്ള ഈ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും കയറി ആരാധിക്കുന്ന മഹാക്ഷേത്രങ്ങൾ അതിനകം തന്നെ നാരായണ ഗുരു നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ആ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം നിലനിൽക്കുന്നുമുണ്ട്, നമുക്കറിയാം. പിന്നെന്തിനായിരുന്നു? കാരണം ഈ മനുഷ്യൻ്റെ തുല്യത എന്ന ആശയത്തെ, അവൻ്റെ ആത്മാഭിമാനത്തെ, അവൻ്റെ സഹജമായ അന്തസ്സിനെ ഇടിച്ചു നിർത്തുന്ന ഈ ഐത്തം എന്ന് പറയുന്ന പിശാച് അവൻ കയറിയിരിക്കുന്ന ഇടം ഈ സവർണരുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ പിന്തുണയുള്ള മഹാക്ഷേത്രങ്ങളാണ്. അപ്പം അവിടെ കഴിയുമ്പോൾ മാത്രമേ ഈ പിശാച് ഒഴിഞ്ഞു പോവുകയുള്ളൂ സമൂഹത്തിൽ നിന്ന്. ആ കാഴ്ചപ്പാടാണ് TK മാധവനെ ഈ സമരത്തിന് വേണ്ടി നയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ആളുകളൊന്നും നിന്നാൽ മാത്രം ഈ പ്രശ്നം ജനശ്രദ്ധയിൽ വരില്ല. അതുകൊണ്ട് ഇത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടേക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം. അപ്പം അതിന് വലിയ പ്രതികരണമുണ്ടായി. ഗാന്ധിജിക്ക് അത് ബോധ്യപ്പെട്ടു. ഗാന്ധിജിക്ക് ഒരു കാര്യത്തിൽ കൺവിക്ഷൻ ഉണ്ടായാൽ അദ്ദേഹം അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകും എന്ന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കേരളത്തിലെ ആളുകൾക്ക് നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങളെ ദേശീയ പരിപ്രേക്ഷ്യത്തിൽ എങ്ങനെ വിലയിരുത്തണം, അതിൻ്റെ പരിഹാരം എങ്ങനെ ദേശീയ പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്തണം എന്നതിന് ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, ഒരു പരിശീലനവുമാണ് ഇക്കാര്യത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിലൂടെ കിട്ടിയത്. ഇപ്പം കേരളം രാഷ്ട്രീയമായി 3 വ്യത്യസ്ത ഖണ്ഡങ്ങളായി കിടന്ന കാലത്താണ് മലയാളിയുടെ മനസ്സിലേക്ക് ഐക്യകേരളം എന്ന ആശയം പൊട്ടിവിടർന്നത്. പൊട്ടിമുളച്ചതിന് വൈക്കം സത്യാഗ്രഹം ഒരു നിമിത്തമായി. കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് കേരളം രാഷ്ട്രീയമായി 3 വ്യത്യസ്ത ഖണ്ഡങ്ങളായി കിടന്ന കാലത്ത് മലയാളിയുടെ മനസ്സിലേക്ക് ഐക്യകേരളം, കേരളം, മലയാളി, ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ, ബ്രിട്ടീഷ് പ്രോവിൻസിൻ്റെ ഒരു ജില്ല മാത്രമായിരുന്നു സാമൂതിരിയുടെ പഴയ രാജ്യം. കൊച്ചി വേറൊരു രാജ്യമായിരുന്നു, തിരുവിതാംകൂർ വേറൊരു രാജ്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ 24-ൽ കിടക്കുന്നത്. തിരുവിതാംകൂറിൽ എന്ത് നടക്കുന്നു എന്ന് കൊച്ചിക്കാർക്കറിയില്ല, മലബാറിൽ എന്ത് നടക്കുന്നു തിരുവിതാംകൂർക്കും അറിയില്ല. അപ്പം നമ്മുടെ സ്വദേശാഭിമാനിയെ നാട് കടത്തി എന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പം പഠിച്ചത് എന്താണ്? ഏതോ വിദേശ രാജ്യത്ത് പോയെന്ന്. അദ്ദേഹത്തെ കോഴിക്കോടാക്കാൻ, പാലക്കാടും കോഴിക്കോടും ഒക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നാട് കടത്തി എന്ന് പറയുമ്പോൾ നമുക്കതിൽ വലിയ വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രശ്നം, മലയാളിയുടെ പ്രശ്നം എന്നൊക്കെയുള്ള തരത്തിൽ, ഇന്ത്യയുടെ പ്രശ്നം എന്നൊക്കെ തരത്തിൽ മലയാളിയുടെ മനസ്സ് വികസിച്ചു തുടങ്ങുന്നത്. 1947 മാത്രമാണ് ഐക്യകേരള പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു ഔപചാരിക സമ്മേളനം കൂടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വൈക്കത്ത് അങ്ങനെ കൊച്ചിക്കാരനെന്നോ മലബാറുകാരനെന്നോ തിരുവിതാംകൂറുകാരനോ എന്ന ഒരു ഭേദമില്ലാതെ മലയാളിയുടെ സമരമായും ദേശീയ പരിപ്രേക്ഷ്യത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനും മലയാളിക്ക് വലിയൊരു പ്രേരണ കിട്ടിയ സംഭവമാണ്. മറ്റൊന്ന്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനെ പോലുള്ള ആദർശശാലികളായ നേതാക്കന്മാർ വൈക്കത്തെ തപസ്ഥലിയിൽ നിന്നാണ് ഉയർന്നു വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 40കളുടെ മധ്യത്തിൽ EMS KPCCയുടെ സെക്രട്ടറിയും അബ്ദുറഹിമാൻ KPCC പ്രസിഡൻറ്റുമായി വരുന്ന തെരഞ്ഞെടുപ്പ് വരെ 1924 മുതൽ ഗുരുവായൂർ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെ, കേരളത്തിലെ വ്യക്തി സത്യാഗ്രഹം ഉൾപ്പെടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും
ശ്രദ്ധേയനായ നേതാവ്, ഏറ്റവും മുന്നണി നേതാവ് കേരള ഗാന്ധി എന്നറിയപ്പെട്ട കേളപ്പനായിരുന്നു. ആ കേളപ്പനായിരുന്നു വൈക്കം സത്യാഗ്രഹ ആശ്രമത്തിൻ്റെ സെക്രട്ടറി. ഗാന്ധിജിയുടെ ഏറ്റവും വിശ്വസ്തനായി 2 പേരാണ് ഉണ്ടായിരുന്നത്, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരും കെ കേളപ്പനും. അപ്പം അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമരം ഒരു ഘട്ടമായപ്പോൾ കോൺഗ്രസ്സുകാർ പൊതുവെ വലിയ നേതാക്കളെല്ലാം 20 മാസമാണല്ലോ നടക്കുന്നത് ഈ സമരം. പതുക്കെ എല്ലാവർക്കും താല്പര്യം കുറഞ്ഞു. പക്ഷേ ഗാന്ധിജിയുടെ മാർഗദർശനത്തിൽ 1000 രൂപ വീതം മാസം അയച്ചു കൊടുത്തു അദ്ദേഹം. അവസാന ഘട്ടത്തിൽ സംഭാവന വരുന്നില്ല, ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു, സമരത്തിൽ പരിഹാരം ഉണ്ടായില്ല. പക്ഷേ ആ സമരത്തിൽ ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാ പ്രാതികൂല്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു തപസ്സായി എടുത്ത കുറേ ആളുകളുണ്ടായിരുന്നു. അതിലൊരാളാണ് കേളപ്പൻ, മറ്റൊരാളാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ, മറ്റൊരാളാണ് ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ 30-ൽ അന്തരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ അന്തരിച്ചു. പക്ഷെ അതിൽ നിന്ന് ഉയർന്നു വന്നു ഒരു മഹാനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹമാണ് കേരള ഗാന്ധി കെ കേളപ്പൻ. അതും വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ ആ തപസ്സിൻ്റെ ദീർഘകാലത്തെ 20 മാസത്തെ തപസ്സിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ പിൽക്കാലത്തുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും ഈ പ്രസ്ഥാനം കരുത്തു പകർന്നു. മലയാളിയുടെ മനസ്സ് ഏറെ വിശാലമായി. പക്ഷേ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഇന്ന് മലയാളികൾ പിന്തുടരുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു കാലത്ത് മലയാളികൾ ത്യാഗസന്നദ്ധരും മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയുന്നവരുമായിരുന്നു എന്ന കാര്യം തിരിച്ചറിയാനും വൈക്കം സത്യാഗ്രഹ സ്മരണ നമ്മളെ സഹായിക്കും. മഹാത്മജിയുടെയും നാരായണ ഗുരുദേവൻ്റെയും നിറഞ്ഞ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ പ്രസ്ഥാനം സാമൂഹ്യ സമരസതയുടെ ഉത്തമ മാതൃകയായതിൽ അതിശയിക്കാനില്ല. പ്രതിപക്ഷത്തിൻ്റെ ആക്രമണ പരമ്പരകൾ, പ്രകോപനങ്ങൾ എല്ലാം ഏകപക്ഷീയമായിരുന്നു എന്നതാണല്ലോ യാഥാർത്ഥ്യം. അത് സത്യാഗ്രഹികളുടെ തപസ്സിനോ അവരുടെ നിശ്ചയദാർഢ്യത്തിനോ ഒരു തരത്തിലും ഉലച്ചിൽ വരുത്തിയില്ല. അതാണ് നാം ഇന്ന് പഠിക്കേണ്ട പാഠം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം.